Good afternoon. Today we are going to discuss about merchant bank. Merchant banking എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് ഇഷ്യൂ മാനേജ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ സർവീസസ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇഷ്യൂസിന്റെ അണ്ടർ റൈറ്റിംഗ്, ഇൻഷുറൻസ്, ക്രെഡിറ്റ് സിൻഡിക്കേഷൻ, ഫിനാൻഷ്യൽ അഡ്വൈസസ്, പ്രൊജക്ട് കൗൺസിലിംഗ്, അത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനെയാണ് മർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ മർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും ഒത്തിരി വ്യത്യാസപ്പെട്ട ഒന്നാണ്. മർച്ചന്റ് ബാങ്കിങ് ഈ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫീ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊരു പ്രത്യേക ഫീ അതിന് കിട്ടുന്നുണ്ടായിരിക്കും. എന്നാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ മർച്ചന്റ് ബാങ്ക്സ് ഒരിക്കലും സേവിങ്സ് മൊബിലൈസ് ചെയ്യല്ല ചെയ്യുന്നത്. ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. പക്ഷെ മെർച്ചന്റ് ബാങ്ക്സ് ഒരിക്കലും ഈ സേവിങ്സിന്റെ റെപ്പോസിറ്ററീസ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. മെർച്ചന്റ് ബാങ്കിന്റെ പല ഇടങ്ങളിലും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. UK മെർച്ചന്റ് ബാങ്കിങ് അറിയപ്പെടുന്നത് ആക്സെപ്റ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ഹൗസ് എന്ന പേരിലാണ്. USA ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന പേരിലാണ് ഈ മെർച്ചന്റ് ബാങ്കിങ് അറിയപ്പെടുന്നത്. മെർച്ചന്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് അവര് മെർച്ചന്റ്സ് ആയിരിക്കില്ല. ചില സമയങ്ങളിൽ മെർച്ചന്റ്സ് ആകാം, പക്ഷെ ബാങ്ക്സ് ആവില്ല. ചില സമയങ്ങളിൽ ഈ മെർച്ചന്റ്സോ ബാങ്കോ ആയിരിക്കില്ല, അവര് ഇന്റർമീഡിയറ്റ്സ് ആയിരിക്കും. മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസിന്റെ മാനേജ്മെന്റ്, പോർട്ട്ഫോളിയോ സർവീസസ്, ക്യാപിറ്റൽ ഇഷ്യൂസിന്റെ അണ്ടർ റൈറ്റിംഗ്, ഇൻഷുറൻസ്, ക്രെഡിറ്റ് സിൻഡിക്കേഷൻ, ഫിനാൻഷ്യൽ അഡ്വൈസസ്, പ്രൊജക്ട് കൗൺസിലിംഗ്, അത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനെയാണ് മർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ മർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ്. മർച്ചന്റ് ബാങ്ക്സ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫീ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുകയും ലോൺസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെർച്ചന്റ് ബാങ്ക്സ് ഒരിക്കലും സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കാറില്ല. നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കാര്യം പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സേവിങ്സ് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ മർച്ചന്റ് ബാങ്ക്സ് സേവിങ്സ് മൊബിലൈസേഷന് വേണ്ടി ഒന്നും തന്നെ ചെയ്യുന്നില്ല. പിന്നെ മർച്ചന്റ് ബാങ്കിങ് എന്നുള്ളത് പല ഇടങ്ങളിലും പല രീതിയിലാണ് അറിയപ്പെടുന്നത്. UK ഈ മർച്ചന്റ് ബാങ്കിങ് ആക്സെപ്റ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ഹൗസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. USA ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മർച്ചന്റ് ബാങ്ക്സ് ചില സമയങ്ങളിൽ ബാങ്ക്സിനെയാണ് പറയുന്നത്, അവർ ഒരിക്കലും മെർച്ചന്റ്സ് ആയിരിക്കില്ല. ചില സമയങ്ങളിൽ മെർച്ചന്റ്സിനെ പറയാറുണ്ട്, അവരൊരിക്കലും ബാങ്ക് ആയിരിക്കില്ല. ചില സമയങ്ങളിൽ മെർച്ചന്റ്സോ ബാങ്കോ ആയിരിക്കില്ല, അവർ ഇന്റർമീഡിയറീസ് ആയിരിക്കും. അങ്ങനെയാണ് മെർച്ചന്റ് ബാങ്കിങ് വരുന്നത്. ഇന്ത്യയിൽ മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് തുടങ്ങുന്നത് 1967 നാഷണൽ ഗ്രില്ലൈസ് ബാങ്ക് ആണ് ഇത് തുടങ്ങുന്നത്. അതിനുശേഷം 70 സിറ്റി ബാങ്ക് മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI. അത് ഒരു സെപ്പറേറ്റ് മെർച്ചന്റ് ബാങ്കിങ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് മെർച്ചന്റ് ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്തത്. 1972 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മെർച്ചന്റ് ബാങ്ക്സ് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് മെർച്ചന്റ് ബാങ്ക് എന്നതിനേക്കാൾ ഉപരി ഒരു ഇഷ്യൂ ഹൗസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇനി മെർച്ചന്റ് ബാങ്ക്സിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മിഡീവിയൽ ടൈംസിൽ ഇറ്റലിയിലാണ് മെർച്ചന്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 17th 18th സെഞ്ചുറിയിൽ ഫ്രാൻസിൽ മെർച്ചന്റ് ബാങ്ക്സ് തുടങ്ങുകയുണ്ടായി. ഈ മെർച്ചന്റ് ബാങ്കിങ് തുടങ്ങുന്നത് ഈ മറ്റുള്ള മെർച്ചന്റ്സിന് അവരുടെ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഗനൈസ്ഡ് മണി മാർക്കറ്റ് പോലെയാണ് ഇതിന്റെ ഫങ്ഷൻസ് തുടങ്ങുന്നത്. UK മെർച്ചന്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 18th സെഞ്ചുറിയിലാണ്. UK ഏറ്റവും പഴയ മെർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്നത് ബാരിങ്സ് ബാങ്ക് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു ജർമ്മൻ ഒറിജിനേറ്റഡ് ഫാമിലിയാണ്. ഈ ബാരിങ്സ് ബാങ്ക് എന്ന് പറയുന്നത് ഫൗണ്ട് ചെയ്യുന്നത് 1762 ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഓൾഡസ്റ്റ് മെർച്ചന്റ് ബാങ്ക് ആണ് ഈ ബാരിങ്സ് ബാങ്ക്. ഫസ്റ്റ് ഓൾഡസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ബെറാങ്ബർഗ് ബാങ്ക് ആണ്. 19th സെഞ്ചുറിയിൽ അമേരിക്കയിലെ
ട്രേഡും ഇൻഡസ്ട്രീസും വളർന്നതോട് കൂടിയിട്ട് അമേരിക്കയിലും മെർച്ചന്റ് ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഉണ്ടായത്. ഫസ്റ്റ് മെർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്ന US ഫസ്റ്റ് മെർച്ചന്റ് ബാങ്ക് എന്ന് പറയുന്നത് JP മോർഗൻ ആൻഡ് കമ്പനി, അതേപോലെ തന്നെ സിറ്റി ബാങ്കുമാണ്. ഇവിടത്തെ ഈ ഒരു ഇൻഡസ്ട്രി ഡോമിനേറ്റ് ചെയ്യുന്നത് ജർമ്മൻ ജൂയിഷ് ഇമിഗ്രന്റ് ബാങ്കേഴ്സും അതേപോലെ തന്നെ യങ്കി ഹൗസസും ആണ്. ഇനി മെർച്ചന്റ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആണ്. അതായത് ഈ മെർച്ചന്റ് ബാങ്ക്സ് ഒരുപാട് അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസിന്റെ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ക്ലയൻസിന് വേണ്ടി സെക്യൂരിറ്റീസിന്റെ ട്രേഡിംഗ് നടത്തുന്നുണ്ട് ഈ മെർച്ചന്റ് ബാങ്ക്സ്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റേസിംഗ് ഫണ്ട്സ് ഫോർ ക്ലയൻസ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെയർസ്, ഡിബഞ്ചേഴ്സ് അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിലും അതേപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഈ മെർച്ചന്റ് ബാങ്ക്സ് ക്ലയൻസിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഉപയോഗിച്ച് ക്ലയൻസിന് പുതിയ പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം, അതേപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റീസ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്, റൈസിംഗ് ഫണ്ട്സ് ഫോർ ക്ലയൻസ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ്. മൂന്നാമത്തെ ഫംഗ്ഷൻ പറയുന്നത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ടെക്നിക്കൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്ത് ബിസിനസ് എന്റർപ്രൈസസിന്റെ പ്രൊമോഷന് ഒരുപാട് മെർച്ചന്റ് ബാങ്ക്സ് സഹായിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോൺ സിൻഡിക്കേഷൻ ആണ്. അതായത് ഇതിന്റെ ക്ലയൻസിന് അവരുടെ പ്രൊജക്ട് കോസ്റ്റ് അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലൊക്കെ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്ക്സിനും മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ക്രെഡിറ്റ് റേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ക്രെഡിറ്റ് കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇതിന് പ്രൊജക്ട് ഫിനാൻസ് സർവീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. മെർച്ചന്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം സർവീസസിനെ പ്രൊജക്ട് ഫിനാൻസ് സർവീസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് നാലാമത്തെ ഫംഗ്ഷൻ, ലോൺ സിൻഡിക്കേഷൻ. ഇനി അഞ്ചാമത്തെ വരുന്നത് ലീസിംഗ് സർവീസസ് ആണ്. അതായത് ഈ മെർച്ചന്റ് ബാങ്ക്സ് അതിന്റെ കസ്റ്റമേഴ്സിന് ലീസിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ബാങ്കുകൾ എന്റർപ്രണേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് മെർച്ചന്റ് ബാങ്ക്സിന്റെ പ്രധാന ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ ഫംഗ്ഷൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ദെൻ സെക്കൻഡ് വൺ റേസിംഗ് ഫണ്ട്സ് ഫോർ ക്ലയൻസ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ലോൺ സിൻഡിക്കേഷൻ ആൻഡ് ലീസിംഗ് സർവീസസ്. ഇനി നമ്മൾ മെർച്ചന്റ് ബാങ്കേഴ്സിന്റെ പ്രധാന ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മെർച്ചന്റ് ബാങ്കർക്ക് അനലൈസ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ടായിരിക്കണം, എബിലിറ്റി ടു അനലൈസ്. പിന്നെ അവർക്ക് നോളേജ് ഉണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, അബൻഡന്റ് നോളേജ് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ടായിരിക്കണം, എബിലിറ്റി ടു ബിൽഡ് അപ്പ് എ റിലേഷൻഷിപ്പ്. പിന്നെ അവർക്കൊരു ഇന്നോവേറ്റീവ് അപ്രോച്ച് ഉണ്ടായിരിക്കണം, എന്തിനേയും പുതുമയോടെ കാണുന്നതിനുള്ള എല്ലാത്തിലും ഒരു ഇന്നോവേഷൻസ് കൊണ്ടുവരാനുള്ള കഴിവ് മെർച്ചന്റ് ബാങ്കർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് ക്വാളിറ്റി ആയിട്ട് പറയുന്നത് ഇന്റഗ്രിറ്റി. അപ്പൊ ഇത്രയാണ് മെർച്ചന്റ് ബാങ്കർക്ക് വേണ്ട പ്രധാന ക്വാളിറ്റീസ് ആയിട്ട് വരുന്നത്. മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ ഹൈ ഡെൻസിറ്റി ഓഫ് ഇൻഫർമേഷൻ, അത്ര തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഒന്നുമല്ല മെർച്ചന്റ് ബാങ്കിങ്ങിലുള്ളത്, ഒരു ലൂസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. ദെൻ എൻവയോൺമെന്റുമായിട്ട് ഒരു ഇന്റൻസ് കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും എല്ലാം തന്നെ ഷോർട്ട് ടേമിലേക്കും മീഡിയം ടേമിലേക്കും ആയിരിക്കും, ലോങ് ടേം എൻഗേജ്മെന്റ്സ് ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ഫീസിനും കമ്മീഷൻ ഇൻകത്തിനാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് തന്നെ വീണ്ടും ചെയ്യാതെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം, ഇന്നോവേറ്റീവ് ആവാനാണ് ഇത് കൂടുതലും ശ്രമിക്കുന്നത്. പിന്നെ നാഷണൽ ലെവലിലാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിലാണെങ്കിലും നല്ല സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മെർച്ചന്റ് ബാങ്കിങ്ങിന് സാധിക്കുന്നുണ്ട്. പിന്നെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലോ റേറ്റിലായിരിക്കും, ലോ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വരുന്നത്. പിന്നെ ലിക്വിഡിറ്റി റേഷ്യോ വളരെ കൂടുതലായിരിക്കും, എത്ര പെട്ടെന്ന് പണമാക്കി മാറ്റാനായിട്ട് മെർച്ചന്റ് ബാങ്കിങ്ങിൽ സാധിക്കുന്നുണ്ട്. ഇത്രയാണ് മെർച്ചന്റ് ബാങ്കിങ്ങിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഹൈ ക്വിക്ക് ഡിസിഷൻ പ്രോസസ്, high density of information, intense contact with environment, loose organizational structure, a concentration of short-term and medium-term engagements, emphasize on fee and commission income,
innovative intents instead of repetitive operations, sophisticated services on national and international level, the low rate of profit distribution, high liquidity ratio. ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇന്ത്യയിലെ മെർച്ചന്റ് ബാങ്കിങ് എങ്ങനെയായിരുന്നു എന്നുള്ളത്, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 1967 ഇന്ത്യയിലെ മെർച്ചന്റ് ബാങ്കിങ് തുടങ്ങുന്നത്. RBIയിൽ നിന്ന് അതിനുള്ള ലൈസൻസ് കിട്ടുന്നത് ഗ്രീൻലൈസ് ബാങ്കിനാണ്. അപ്പൊ ആദ്യത്തെ മെർച്ചന്റ് ബാങ്ക് ഗ്രീൻലൈസ് ബാങ്ക് ആണ്. 1967 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയ എമർജിംഗ് എന്റർപ്രണേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെർച്ചന്റ് ബാങ്കിങ് അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ബാങ്ക്സ് ലാർജ് സെക്ടറിനെ അപേക്ഷിച്ച് സ്മോൾ സെക്ടറിനും മീഡിയം സെക്ടറിനുമാണ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സർവീസസ് കൂടുതലായും പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെർച്ചന്റ് ബാങ്ക് ആയിട്ട് വരുന്നത് സിറ്റി ബാങ്ക് ആണ്. അതായത് മെർച്ചന്റ് ബാങ്കിങ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1970 ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയ എന്റർപ്രണേഴ്സിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ പുതിയ പ്രൊജക്ട്സിന്റെ ഇവാലുവേഷൻ, ബോറോയിങ്സിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്, ഇക്വിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഡിവിഷൻസ് ചെയ്തിരുന്നു. പിന്നെ മെർച്ചന്റ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1972 ഇവര് മെർച്ചന്റ് ബാങ്കിങ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ SBIയുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസിന് വേണ്ട കോർപ്പറേറ്റ് അഡ്വൈസസും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മെർച്ചന്റ് ബാങ്കിങ് പല തരത്തിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇത്രയാണ് മെർച്ചന്റ് ബാങ്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. മെർച്ചന്റ് ബാങ്കിങ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ ഒരു മെർച്ചന്റ് ബാങ്കർക്ക് വേണ്ട ക്വാളിറ്റീസ്, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇന്ത്യയിലെ മെർച്ചന്റ് ബാങ്കിങ് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.